അപ്പോൾ നമ്മുടെ സുഹൃത്ത് ഇന്ന് ഇവിടെ ഉണ്ട്. അദ്ദേഹം ഇലക്ഷനെ കുറിച്ച് നമ്മൾ ചോദിക്കുകയാണ്. ഈ തവണത്തെ ഇലക്ഷൻ എങ്ങനെയായിരിക്കും? ഒരു മോനെ ഞാൻ ചെയ്തോന്നാ ഈ ഇലക്ഷന് വരുന്നാളോ എന്തുകൊണ്ട് ഒരു ഡബ്ബുണ്ട് പിന്നെ ഒരു അഭിപ്രായം എന്ന് പറയാൻ ആരും ചോദിച്ചാലോ മലയാള മനോരമ മൊത്തം റിപ്പോർട്ട് പല ആളുകളെല്ലാം ഉണ്ടല്ലോ. എന്തുകൊണ്ട് ഞങ്ങളെപ്പോലെ ഇടപെടേണ്ട ബീരോട്ട് എന്തുകൊണ്ട് ഇലക്ഷൻ്റെ നിൻ്റെ അഭിപ്രായം എന്താ നീ എന്തുവല്ല എന്തുകൊണ്ട് നീ എന്തുകൊണ്ട് അനുഭവിക്കാലോ? ഞാൻ മലയാള മനോരമ വായിച്ചു 49 കൊല്ലമായി ഒന്നും വായിച്ച വായിക്കുന്ന ആളാണ്. മുടക്കാത്ത ഒരു മണിക്കൂർ വായിക്കും എല്ലാം. ഇനി ഞങ്ങളെപ്പോലെ കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. അവരോട് അവൻ്റെ അഭിപ്രായം അവൻ്റെ അവൻ്റെ പരാതികളെല്ലാം ഉണ്ടാവും. എന്തുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുകയല്ല? അത് മുഖത്തുമല്ലേ എന്താ ആരുമില്ല. പല ആളുകളെപ്പോലും അവഗണിക്കുമ്പോഴേ ചിലപ്പോൾ എൻ്റെ കല്ല് പിന്നെ മനസ്സിൽ ഡയമണ്ട് ഉണ്ടാവും. ഞങ്ങളെപ്പോലെ അത് ചിലയല്ല. മുഖത്തുകാരി പോയി ഇലത്തിന് മുമ്പിൽ അറിയുന്ന എൻ്റെ വീട്ടിൽ വന്ന് സംസാരിച്ചു. അങ്ങനെ ആരും ഇപ്പോൾ തെറ്റി വേണ്ട പോട്ടെ. അല്ലെങ്കിൽ വീട്ടിൽ തുടങ്ങാൻ മനസ്സിലായ ഒരു ഉത്തമമുണ്ട്. അപ്പോൾ അലക്തിനെ കണ്ടിട്ട് സംസാരത്തിനോ പറയാമെന്ന് വിചാരിച്ചു. കുറേ വിചാരണ നോക്കി നടന്നിട്ട് കണ്ടിട്ട് ലൈപ്പോന്ന് രാവിലെ ചോദിച്ചാൽ അതുകൊണ്ട് എനിക്ക് അഭിപ്രായം ഉണ്ടല്ലോ പറയാം. ഇവിടെ രാജ്യത്തെക്കുറിച്ച് ഞാൻ രാജ്യത്തെക്കുറിച്ചും എനിക്കൊരു അധീരമുണ്ട്. 10 ഒരു അധീരമുണ്ട്. പക്ഷേ ആരും ആലോചിക്കലോ എന്നെ ചുമ്മാ ഇങ്ങനെ അത് ശരിയല്ല. മൊത്തമായി പോയി 2 കൊല്ലം പണ്ടത്തെ പോലെ ഡബ്ബല്ല ഇപ്പോൾ നാട്ടിലെ. പണ്ടത്തെ പോലെ ഇടപെടണ്ട. ഇപ്പോൾ എല്ലാം വളർന്നില്ല. ഒന്ന് കുറച്ച് എടുത്തു ഞാൻ ചനാരത്തി ആക്കി നിൽക്കാന്ന് ചരത്തി തരണേ. ഒറ്റ എനിക്ക് ചനാരത്തി നോമിനേഷൻ കൊടുത്ത് കന്നി തരണേ. പിന്നെ എൻ്റെ പിന്തുണ അറിയില്ലാത്തതുകൊണ്ട് ഞാൻ മാറി ഒറ്റപ്പെട്ട് കാരണം മാമി ചനാരി ചുമ്മാ ഞാൻ പ്രത്യേകിച്ച് കൊടുക്കുമ്പോൾ എൻ്റെ പെൻഷനും കൊണ്ട് പ്രത്യേകിച്ച് കൊടുത്ത് ചനാരത്തി കന്നി തരുന്നതാണ്. നിങ്ങളെപ്പോലെ അത് ചുമ്പോളോ അതിന് കേൾക്കൂല. മാറുന്നു. അതുകൊണ്ട് ചെയ്യാറില്ല. ഇലക്ഷന് കിട്ടിയപ്പോൾ കുറേ നാളെ കിട്ടിയപ്പോൾ സന്തോഷമായി. ഞങ്ങളുടെ വീട്ടിൽ ആളുകളുണ്ട്. ഞാൻ പോല അത് വേണ്ട. ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഞാൻ പോല അബ്ദോള. പിന്നെ പുതിയ ചിലത്തെ പിള്ളേക്കാരെ വന്നപ്പോൾ ഇലക്ഷനെ കണ്ടു. ശരി വലിയ അല്പമായില്ല. പെട്ടെന്ന് കുറേ നാൾ കൊണ്ട് വളരെ അടുത്ത് പോയി. അപ്പോൾ സംസാരിക്കാൻ വിചാരിച്ച് വരാൻ നീട്ടിപ്പോവുക. രാവിലെ 10 മിനിറ്റ് കണ്ടായിരുന്നു. വിലച്ചാലും പോയി ഇപ്പോൾ വന്ന് കണ്ടു. ആ വിളിച്ചൊന്ന് വരാൻ പറയും. അത് ഇലക്ഷന് മുമ്പ് എൻ്റെ അഭിപ്രായം പറയാനുണ്ടാവും. ഇപ്പം എൻ്റെ ചങ്ങാതിയുടെ ഒരു പരാതി, ഇവർക്ക് ചെവി എടുക്കില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു സ്വല്പം കുറവുള്ള ആൾക്കാരാണ്. ഇവരെ കുറിച്ച് ഒരു മീഡിയക്കാരും ഒന്നും ചോദിക്കണില്ല. അവരുടെ അഭിപ്രായങ്ങളൊന്നും ചോദിക്കണമെന്നില്ല എന്നുള്ള പരാതിയാണ് അവരുടെ കയ്യിൽ നിന്ന് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെയൊക്കെ ഉൾപ്പെടുത്തി മീഡിയ ഇവരെ കവർ ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഒരു പോരായ്മയുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ തവണത്തെ ഇലക്ഷനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണെന്ന് ഞാനൊന്ന് ചോദിക്കാം. ഇത്തവണത്തെ ഇലക്ഷനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇലക്ഷനെ കുറിച്ച് പറയാനുണ്ട്. പേപ്പർ അത് പറ്റുമോ? ചുറ്റിതമായി പോയി കളത്തിൽ വെറുതെ വൃത്തിയാക്കണം. പേപ്പറെല്ലാം വൃത്തിയാണ്. അത് പറ്റുമോ? ചുറ്റിതമായി വൃത്തിയായി പോകണം. അങ്ങനെ പലത്തും ഉണ്ടാവും. നല്ല റിപ്പോർട്ടർ ഒരു ഡബ്ബിൻ്റെ പീരിയോട് നല്ല റിപ്പോർട്ടർ അദ്ദേഹം നാം തീരം 49 കൊല്ലമായി മലയാള മനോരമ തീരെ പറഞ്ഞ കാരണം ഒരു മണിക്കൂർ. അപ്പോൾ അങ്ങനെയാണ് മലയാള മനോരമ വന്ന് പോകാം. ഞാനത് അവർ തീരെ വാങ്ങുന്ന കാരണം. അപ്പോൾ അതിൻ്റെ രീതി വായിക്കുമ്പോൾ അതിൻ്റെ രീതി പറയാനുണ്ടാവും. അപ്പം ഏത് പ്രത്യേകം വന്നാൽ കുഴപ്പമില്ല. എനിക്ക് പറയാനുണ്ടാവും. അതിൻ്റെ ചെറിയ അഭിപ്രായങ്ങളുണ്ട്. അതിനെ കുറിച്ച് വരണം. അതും അലക്ത് മതി വന്നാൽ അലക്ത് തീരെ കുറേ ബുദ്ധിമുട്ടുണ്ടായി സന്തോഷം. എൻ്റെ ചങ്ങാതി പറയണത് ഇദ്ദേഹം മലയാള മനോരമയാണ് വർഷങ്ങളോളമായിട്ട് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വായനക്കാരനാണ് അദ്ദേഹം. അപ്പോൾ പുള്ളിക്കും ഇങ്ങനെയുള്ളവർക്കും അഭിപ്രായം പറയാനുണ്ട്. പക്ഷേ ഈ സമൂഹം മീഡിയകളും ഒന്നും ഇവരെ പരിഗണിക്കില്ല എന്നുള്ളൊരു പരാതിയാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഒരു പുസ്തകമാണ് വായിച്ചോളൂ. എല്ലാ പുസ്തകം വായിച്ചാലില്ല ചുമ്മാ വായിക്കും. ഒരു പേപ്പർ വായിച്ചാലേ പുസ്തകം വായിക്കാൻ പറ്റും. അതാണ് ഒരു പേപ്പർ. എല്ലാ പേപ്പറും വായിച്ചാലേ കൽപ്പൂച്ചല്ല ആയിപ്പോവും. അതുകൊണ്ടല്ല ഒരൊറ്റ പേപ്പർ വായിച്ചിട്ട് ഒരു പുസ്തകം വായിച്ചാൽ അറിയാൻ പറ്റും. അതുകൊണ്ട് വന്നാൽ വായിച്ചോളൂ.
പിന്നെ കാണുന്ന പേപ്പറെല്ലാം വായിച്ചോണ്ടെന്ന് അവന് മനസ്സിലാവില്ല അതോടെ ഇല്ലെന്ന് വേണേ അതോടെ തേഴല്ല ഒന്ന് കണ്ട് സംസാരിച്ചല്ല മൊത്തമായി പോയി അതുകൂടെ പറയണേ. ഓക്കെ, ഇത് ഞാൻ നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളെ പരാതി അറിയാവുന്നവർ അറിയട്ടെ, കേൾക്കാവുന്നവർ കേൾക്കട്ടെ. ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. പോലെ ആളുകൾ ഞങ്ങളെ പോലെ ആളുകൾ കേൾക്കില്ലാത്തവർക്ക് എൻ്റെ ഒരു മൊത്തം 2-3 ലക്ഷത്തെ ആളുകളുണ്ടോ അവർക്ക് മേലെ പറയാലോ മൊത്തമായി പോയി. ഓക്കെ ഓക്കെ ഓക്കെ, അതുകൊണ്ട് ശരി എന്നാ. ഓക്കെ എന്നാ കാണാം. വിട്ടോ ഓക്കെ.